ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൽ വേൾഡ്. അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. എല്ലാവരുടെ വീട്ടിലും രാവിലെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇഡ്ഡലി. അത് ബാക്കി വന്നാൽ ബാക്കി വീട്ടിലുള്ള അമ്മമാർ കഴിക്കണം, അല്ലെങ്കിൽ അത് കളയണം. അപ്പോൾ ഇനി മുതലുമ്പോൾ അത് കളയേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് ഇഡ്ഡലി കൊണ്ട് ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാം. അപ്പം കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഈ ഇഡ്ഡലി കൊടുക്കുന്നത് നല്ലതുമാണ്. ഉഴുന്നൊക്കെ ഉള്ള ഭക്ഷണമാണല്ലോ കുട്ടികൾക്ക് അധികം കൊടുക്കേണ്ടത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ നമുക്ക് ഇഡ്ഡലി കൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കാം. അതിനു മുന്നേ ആദ്യം തന്നെ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. വീഡിയോ ഒക്കെ കണ്ട് ലാസ്റ്റ് മറന്നു പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ പറയുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതാ ഇനി എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഇഞ്ചി കറിവേപ്പിലയും ഒന്ന് കളറ് മാറി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ആ സവാളയും കൂടെ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. പിന്നെ എല്ലാവരും ഞങ്ങളുടെ ചാനലിൽ ബാക്കി ഇട്ട വീഡിയോസൊക്കെ ഒന്ന് കാണണേ. ഇതിന് മുന്നേ ഇതേപോലെ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. റെസിപ്പീസ് ഇഷ്ടമായാൽ ഇനി ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ആ ചെറിയ മോനുണ്ട്, അവിടെ വോയിസ് കൊടുക്കുമ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവനാണ് ഒച്ച ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്കി ഇതെങ്ങനെയുള്ളതെന്ന് ഒന്നുകൂടെ നോക്കാം. ഈ ഉള്ളിയൊക്കെ ഒന്ന് നമുക്ക് മൂടി വെച്ചൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഉള്ളി അത്യാവശ്യം നല്ലോണം വഴന്ന് കിട്ടണം. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഉള്ളി വഴന്ന് വന്നാൽ ബാക്കി മസാലയൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റും. അധികം മസാലയൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ആയതുകൊണ്ട് തന്നെ എരിവ് ഇടുന്നില്ല. എരിവ് കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ പൊതുവേ. അതുകൊണ്ട് തന്നെ പച്ചമുളക്, മുളക് പൊടി അങ്ങനത്തെ ഇതൊന്നും ഇടുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ മക്കൾക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് കുരുമുളകും ചേർത്തിട്ടില്ല. എരിവിൻ്റെത് തീരെ ചേർത്തിട്ടില്ല. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ലോണം ഇഷ്ടമാകും. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും രണ്ടും കൂടെ ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഉള്ളിയിലൊക്കെ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുന്നവരെ നല്ലോണം ഇളക്കിയെടുക്കാം. പിന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പീസ് വീഡിയോസ് ഞാൻ ഇനി ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാണ്. ഇത് നല്ലോണം വഴന്ന് വരുന്നുണ്ട്. ഈ സവാളയൊക്കെ ആയിട്ട് വഴന്ന് വരുന്നുണ്ട്. ഇഡ്ഡലി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റും. ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റും. അങ്ങനെ കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം, വലിയവർക്കും കഴിക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നല്ലോണം മിക്സായി കഴിഞ്ഞതിന് ശേഷം ഒരു കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. കോഴിമുട്ടയ്ക്ക് പകരം നമുക്ക് ഈ ചിക്കൻ വേവിച്ചിട്ടുള്ളതാണെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ ആ ചിക്കന് പകരം എന്തെങ്കിലും മീനിൻ്റെ ചേർക്കാം. അങ്ങനെ നിങ്ങളിഷ്ടം സോസേജ് അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ കോഴിമുട്ട ഉള്ളതുകൊണ്ട് അതാണ് ചേർത്തത്. ഇനിയാണ് നമ്മുടെ മെയിൻ താരം വന്നത് ഇഡ്ഡലി. ഇതേപോലെ ചെറുതാക്കി ക്യൂബ് പോലെ ആക്കി കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ അത് കാണുമ്പോൾ ശരിക്കും പനീർ പോലെ ഉണ്ട്. പനീർ ആ കഷ്ണം ചെറിയ പീസായിട്ടാണല്ലോ ഉണ്ടാവുക, അതുപോലെ ഉണ്ട് കാണാൻ. അപ്പോൾ ഇതിലേക്ക് ഇനി ഇതിട്ട് മിക്സ് ചെയ്യാം. ഇഡ്ഡലി കുറേശ്ശെയാണ് ഇട്ടത്, 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇട്ടത്. ഒന്നായിട്ട് ഇടുമ്പോൾ ആദ്യം തന്നെ ആ മസാല പിടിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ആദ്യം കുറച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്തതിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടും കൂടെ നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം.
ലോ ഫ്ലെയിമിലിടണം. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കാരണം നമ്മൾ ഓയിൽ അങ്ങനെ എടുക്കുന്നില്ല. ആദ്യം ഒഴിച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ മാത്രം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം ഇതിൽ കിടന്ന് മൊരിഞ്ഞ് വരണം. ആദ്യം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അതിന് ശേഷം മൂടി തുറന്നിട്ട് നല്ലോണം ഇളക്കി മൊരിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്ന് തുറന്നിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഗരം മസാലയും കൂടെ ചേർത്താൽ നല്ലൊരു സ്മെല്ലും എല്ലാം കൂടെ നന്നായിട്ട് വരും. അപ്പോൾ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെന്താണ് മഞ്ഞൾപ്പൊടി, ഉപ്പും ഗരം മസാല, ഒരു കോഴിമുട്ട, പിന്നെ നമുക്ക് ഈ നമ്മുടെ മെയിൻ താരം ഇഡ്ഡലി. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് പോലെ ആക്കി എടുക്കുക. നല്ലോണം മൊരിച്ചെടുത്താൽ അത്രയും നല്ലത്. ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഒന്നും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ തുറന്ന് വെച്ച് നല്ലോണം ഇളക്കി വേവിക്കാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരാം കേട്ടോ. അപ്പോൾ ബായ്. ഒന്നുകൂടെ പറയുകയാണ്, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.